അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 5 അഹ്കാമുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട്. അതിലെ 7ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദർസു സാബിർ, 7ാമത്തെ പാഠം, അൽ ഹജ്ജുൽ മബ്രൂർ. ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം. ഹജ്ജിന് ഇനിയും ദിവസങ്ങളുണ്ട്. മക്കയിലെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഹിറ ഗുഹ സന്ദർശിക്കാൻ ഞങ്ങൾ ജബലുന്നൂരിൽ കയറി. മക്കയിൽ നിന്നും 5 കിലോമീറ്റർ അകലെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഈ മലയ്ക്ക് ഏകദേശം 642 മീറ്റർ ഉയരമുണ്ട്. ദുർഘടമായ വഴി. എത്ര പ്രയാസപ്പെട്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കയറിയത്. ഒരാൾക്ക് മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന ഹിറ ഗുഹയിൽ കയറിയപ്പോൾ ഇഖ്റയിന്റെ ശബ്ദം കാതിൽ മുഴങ്ങിയതുപോലെ തോന്നി. അടുത്ത ദിവസം രാവിലെ സവർ ഗുഹ സന്ദർശിക്കാൻ പോയി. സവർ മല കയറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ ഓർമ്മയിലെത്തി. മക്കയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ അറഫയിലേക്കുള്ള വഴിയിലാണ് ഈ മല. ഇതിന് 759 മീറ്റർ ഉയരമുണ്ട്. ശത്രുക്കൾ കാണാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും അല്ലാഹു തആല സംരക്ഷിച്ച സ്ഥലമാണിത്. അസറിനു ശേഷം ഞങ്ങൾ ജന്നത്തുൽ മുഅല്ല സന്ദർശിച്ചു. മസ്ജിദുൽ ഹറാമിന്റെ വടക്ക് 700 മീറ്റർ അകലെയാണിത്. അവിടെ പ്രിയ പത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹായെ സിയാറത്ത് ചെയ്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഖാസിം ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് നിന്ന സ്ഥലം ചെന്നു കണ്ടു. അടുത്ത ദിവസങ്ങളിൽ തനഈമിലെ ആയിഷ മസ്ജിദിലും ജഹ്റാനയിലും ഹുദൈബിയയിലും പോയി ഇഹ്റാം ചെയ്ത് ഉംറ ചെയ്തു. തവാഫുകൾ ധാരാളം ചെയ്തു. 50 തവാഫ് ചെയ്താൽ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപമില്ലാത്തവനായി തീരുമെന്ന് ഹദീസിലുണ്ട്. തിരക്കൊഴിഞ്ഞ സമയങ്ങളിൽ മതിവരുവോളം ഹജറുൽ അസ്വദ് ചുംബിച്ചു. കൺകുളിർക്കെ കഅബ ഷെരീഫ കണ്ടു. കഅബയുടെ വാതിലിനരികിലും സ്വർണ്ണപാത്തിയുടെ ചുവട്ടിലും വെച്ച് ധാരാളം ദുആ ചെയ്തു. ഹിജർ ഇസ്മായിലിൽ വെച്ച് നിസ്കരിച്ചു. ഹജ്ജിന്റെ ദിവസങ്ങളെത്തി. ഹറമിൽ തിരക്ക് വർദ്ധിച്ചു കൊണ്ടിരുന്നു. നവൈത്തുൽ ഹജ്ജ വഅഹ്റം തുബിഹി ലില്ലാഹി തആല. ദുൽഹിജ്ജ 8 ഹജ്ജിന് ഇഹ്റാം ചെയ്തു. ടെന്റുകളുടെ നഗരമായ മിനയിലേക്ക് ഞങ്ങളും നീങ്ങി. ഹാജിമാർക്ക് താമസിക്കാനുള്ള 1000കണക്കിന് ടെന്റുകളുണ്ടവിടെ. ഹാജിമാർ അവിടെ രാപ്പാർക്കും. മക്കയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയാണ് മിന താഴ്വര. എല്ലാവരും തൽബിയത്തിന്റെ ലഹരിയിലാണ്. അന്ന് മിനയിൽ രാപ്പാർത്തു. പിറ്റേന്ന് ദുൽഹിജ്ജ 9 പുലർച്ചെ ഞങ്ങൾ അറഫയിലേക്ക് നീങ്ങി. മിനയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണത്. ഹാജിമാർ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ അറഫയിലേക്ക് ഒഴുകുന്നു. ആഫ്രിക്കക്കാർ, ഏഷ്യക്കാർ, യൂറോപ്യർ, അമേരിക്കക്കാർ, അറബികൾ, ഇന്ത്യക്കാർ, ഇന്തോനേഷ്യക്കാർ, ബംഗ്ലാദേശികൾ, വിവിധ ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിലുമുള്ളവർ, വിവിധ വർണ്ണങ്ങളിലുള്ളവർ, അനേകം ഭാഷ സംസാരിക്കുന്നവർ, പാവപ്പെട്ടവർ, പണക്കാർ, ഭരണാധികാരികൾ, പ്രജകൾ, എല്ലാവരും ഒരേ വേഷത്തിൽ ഒരേ മന്ത്രത്തിൽ ഏകനായ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഞങ്ങൾ അറഫയിലെ ജബലു റഹ്മ കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് ദുആ ചെയ്തിട്ടുണ്ട്. അറഫയിൽ വെച്ചുള്ള ദുആ അള്ളാഹു സ്വീകരിക്കും. ദിക്റുകൾ ചൊല്ലി ഖുർആൻ ഓതി കരളുരുകി ധാരാളം പ്രാർത്ഥിച്ചു. മഗ്രിബിനു ശേഷം മുസ്ദലിഫയിലേക്ക് പോയി. അറഫയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയാണത്. അവിടെ പാതിരാത്രിയിൽ അല്പം രാപ്പാർത്തു. അവിടെ നിന്ന് ജംറകളെ എറിയാനുള്ള കല്ലുകൾ ശേഖരിച്ചു. ദുൽഹിജ്ജ 10 രാവിലെ വീണ്ടും മിനയിലേക്ക് നീങ്ങി. ജംറത്തുൽ അഖബയുടെ അടുത്തെത്തി. തക്ബീർ മുഴക്കി 7 കല്ലെറിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസലാമിന്റെയും സ്മരണകളായ വിറക്കി ബലികർമ്മം നടത്തി. മുടി കളഞ്ഞു. മക്കയിലെത്തി തവാഫും സഅയും ചെയ്തു. ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായി. ഒരു മഹാകർമ്മം ചെയ്ത ചാരിതാർത്ഥ്യം. ഒരു പുതുജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രതീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, കുറ്റമറ്റ ഹജ്ജ് ചെയ്താൽ നവജാത ശിശുവിനെ പോലെ പാപരഹിതനാവും. പിന്നെ ഞങ്ങൾ മിനയിലേക്ക് മടങ്ങി. അയ്യാമു തശ്രീഖ് ദിവസങ്ങളിൽ മിനയിൽ രാപ്പാർത്തു. 3 ദിവസം 3 ജംറകളെ എറിഞ്ഞു. പിന്നീട് തവാഫുൽ വിദാ ചെയ്തു. കഅബയോട് വിട പറയുന്ന സങ്കടം എല്ലാവരുടെയും മുഖത്ത് പ്രകടമായിരിക്കുന്നു. റബ്ബേ, വീണ്ടും എന്നെ ഈ പുണ്യഭൂമിയിൽ എത്തിക്കണമേ.
കഅബയുടെ കില്ല പിടിച്ച് ഹാജിമാർ കൽബ് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ പാഠം ഇബ്രാഹിം ഹാജിയുടെ ഡയറിയിലെ ഒരു രണ്ടാമത്തെ അനുഭവക്കുറിപ്പാണ്. അപ്പോൾ ഒന്നാമത്തെ അനുഭവക്കുറിപ്പിൽ നമ്മൾ ഉംറയെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തതിൽ നമ്മൾ ഹജ്ജിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ ഈ അനുഭവത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഹജ്ജിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കൂട്ടുകാർ പാഠം നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇൻഷാ അല്ലാ ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. ഈ പാഠത്തിൻ്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നമുക്ക് നോക്കാം. വലാ ജിദാല ഫിൽ ഹജ്ജ്, അതിന്റെ അർത്ഥം നോക്കൂ, ഹജ്ജ് വേളയിൽ തർക്കം പാടില്ല. തദ്രീബാത്ത്, തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ, നദ്കുർ. അതിലെ ഒന്നാമത്തത് മക്കയിലെ പുണ്യസ്ഥലങ്ങളും സന്ദർശന കേന്ദ്രങ്ങളും രേഖപ്പെടുത്തുക. അതിന്റെ ഉത്തരം നോക്കൂ, ജബലുന്നൂരിലെ ഹിറ ഗുഹ, സൗർ മലയിലെ സൗർ ഗുഹ, മസ്ജിദുൽ ഹറാമിന്റെ വടക്ക് 700 മീറ്റർ അകലെയുള്ള ജന്നത്തുൽ മുഅല്ല, തൻഹീമിലെ ആയിഷ മസ്ജിദ്, ജിഗ്റാനയിൽ, ഹുദൈബിയ, കഅബ ഷരീഫ, മിന താഴ്വര, മിനയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള അറഫ, അറഫയിലെ ജബലുർ റഹ്മ, അറഫയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയുള്ള മുസ്ദലിഫ, ജംറത്തുൽ അഖബ, മക്കാമു ഇബ്രാഹിം, ബിഗ്റു സംസം. ഇനി നോക്കൂ, തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നസിൽ, ചേരുംപടി ചേർക്കാനുള്ളതാണ്. ഓരോന്നിനും യോജിച്ച ആ ഓപ്ഷന്റെ ലെറ്റർ നമുക്കിവിടെ എടുത്തെഴുതാം. നോക്കൂ, അറഫ, ജന്നത്തുൽ മുഅല്ല, ജബലുന്നൂർ, മിന, ജബലു സൗർ. ഇപ്പുറത്ത് നോക്കൂ, ഹിറ ഗുഹ, സൗർ ഗുഹ, ജംറത്തുൽ അഖബ, ജബലുർ റഹ്മ, ഖദീജ ബീവിയുടെ ഖബർ. ഓരോന്നിനും ശരിയായ ആ ഓപ്ഷന്റെ ലെറ്റർ ആണ് നമ്മൾ അവിടെ എടുത്ത് എഴുതേണ്ടത്. നോക്കൂ, അറഫ, അതിന് ശരിയായത് ഓപ്ഷൻ ഡി, ജബലുർ റഹ്മ, അപ്പൊ ഡി എന്ന് എഴുതുക. ജന്നത്തുൽ മുഅല്ല, അതിന് ശരിയായത് ഇ, ഖദീജ ബീവിയുടെ ഖബർ. അടുത്തത് ജബലുന്നൂർ, അതിന് ശരിയായത് എ, ഹിറ ഗുഹ. അടുത്തത് മിന, അതിന് ശരിയായത് സി, ജംറത്തുൽ അഖബ. അടുത്തത് ജബലു സൗർ, അതിന് ശരിയായത് ബി, സൗർ ഗുഹ. ഇനി നോക്കൂ, നസിൽ, അതിലെ ബി പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഹജ്ജിന് ഇഹ്റാം ചെയ്തു, മിനായിൽ രാപ്പാർത്തോ, അറഫയിൽ സംഗമിച്ചു, മുസ്ദലിഫയിൽ രാപ്പാർത്തു, ജംറത്തുൽ അഖബയെ എറിഞ്ഞു. ഇപ്പുറത്ത് അതിന്റെ ദിവസങ്ങളാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ദുൽഹിജ്ജ 10-ാം രാവ്, ദുൽഹിജ്ജ 9-ാം രാവ്, ദുൽഹിജ്ജ 8, ദുൽഹിജ്ജ 10, ദുൽഹിജ്ജ 9. അപ്പോൾ ഓരോന്നിനും ശരിയായ ഓപ്ഷന്റെ ലെറ്റർ ആണ് നമ്മൾ അവിടെ എടുത്ത് എഴുതേണ്ടത്. നോക്കൂ, ഹജ്ജിന് ഇഹ്റാം ചെയ്തു, അതിന് ശരിയായത് സി, ദുൽഹിജ്ജ 8. മിനായിൽ രാപ്പാർത്തു, അതിന് ശരിയായത് ബി, ദുൽഹിജ്ജ 9-ാം രാവ്. അറഫയിൽ സംഗമിച്ചു, അതിന് ശരിയായത് ഇ, ദുൽഹിജ്ജ 9. അടുത്തത് മുസ്ദലിഫയിൽ രാപ്പാർത്തു, അതിന് ശരിയായത് എ, ദുൽഹിജ്ജ 10-ാം രാവ്. അടുത്തത് ജംറത്തുൽ അഖബയെ എറിഞ്ഞു, അതിന് ശരിയായത് ഡി, ദുൽഹിജ്ജ 10. കൂട്ടുകാർ കറക്റ്റായ ഓപ്ഷന്റെ ലെറ്റർ അവിടെ എടുത്ത് എഴുതുക. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ, തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ, നുഗയ്യിനുൽ മവാലിയ ഫിൽ ഖരീത്ത. മാപ്പ് നോക്കിയിട്ട് താഴെ പറയുന്ന സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുക. അറഫ, സഫ, മർവ, മിന, മുസ്ദലിഫ, ജബലുന്നൂർ, ജബലു സൗർ, ജന്നത്തുൽ മുഅല്ല, കഅബ, മക്കാമു ഇബ്രാഹിം, ബിഗ്റു സംസം. കൂട്ടുകാർ ഇത് നോക്കിയിട്ട് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തുക. തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം നോക്കൂ, നുബയ്യൻ, വ്യക്തമാക്കാനുള്ളതാണ്. 1. ഹജ്ജിന്റെ കർമ്മങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വിവരിക്കുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. ആ പ്രവർത്തനം നോക്കൂ, നവൈത്തുൽ ഹജ്ജ വഅഹ്റംതു ബിഹി ലില്ലാഹി തആല എന്ന് ദുൽഹിജ്ജ 8 ഹജ്ജിന് ഇഹ്റാം ചെയ്യുക. ടെന്റുകളുടെ നഗരമായ മിനയിലേക്ക് പോവുക. ഹാജിമാർക്ക് താമസിക്കാനുള്ള 1000കണക്കിന് ടെന്റുകൾ ഉണ്ടവിടെ. ഹാജിമാർ അവിടെ രാപ്പാർക്കണം. മക്കയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയാണ് മിന താഴ്വര. തൽബിയത്തുകൾ ചൊല്ലുക. അന്ന് മിനയിൽ രാപ്പാർക്കുക. ദുൽഹിജ്ജ 9 പുലർച്ച അറഫയിലേക്ക് പോവുക. മിനയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണിത്. എല്ലാവരും ഒരേ മന്ത്രത്തിൽ ഏകനായ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടുന്നു. അറഫയിലെ ജബലുർ റഹ്മ കയറി ദുആ ചെയ്യുക. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തിട്ടുണ്ട്. അറഫയിൽ വെച്ചുള്ള ദുആ അള്ളാഹു സ്വീകരിക്കും. മഗ്രിബിന് ശേഷം മുസ്ദലിഫയിൽ പോവുക. അറഫയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയാണിത്. അവിടെ പാതിരാത്രിയിൽ അല്പം രാപ്പാർക്കുക. അവിടെ നിന്ന് ജംറകളെ എറിയാനുള്ള കല്ലുകൾ ശേഖരിച്ച് ദുൽഹിജ്ജ 10 രാവിലെ വീണ്ടും മിനയിലേക്ക് നീങ്ങുക. ജംറത്തുൽ അഖബയുടെ അടുത്തെത്തി തക്ബീർ മുഴക്കി 7 കല്ലുകൾ എറിയുക.
ഇബ്രാഹിം അലൈഹിസലാമിന്റെയും ഇസ്മായിൽ അലൈഹിസലാമിന്റെയും സ്മരണകൾ ഉയർത്തി ബലികർമ്മം നടത്തുക. മുടികളഞ്ഞ് മക്കയിലെത്തി തവാഫും സഅയും ചെയ്യുക. ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായി ശേഷം മിനയിലേക്ക് മടങ്ങി അയ്യാമു തശ്രീഖ് ദിവസങ്ങളിൽ അവിടെ രാപ്പാർക്കുക. 3 ദിവസവും 3 ജംറകളെ എറിഞ്ഞ ശേഷം തവാഫുൽ വദാ ചെയ്യുക. കൂട്ടുകാരെ, ഇതുപോലെ ക്രമത്തിൽ നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുക. ഇനി നോക്കൂ, തഹ്സീസ് തദ്രീബാത്തിലെ 5ാമത്തെ പ്രവർത്തനം അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. അതിലെ 1ാമത്തെ പ്രവർത്തനം നോക്കൂ. ഹജ്ജുമായി ബന്ധപ്പെട്ട ദിക്റുകൾ ചാർട്ടിൽ എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. തൽബിയത്ത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. അടുത്തത് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി വഫ്തഹ്ലി അബ്വാബ റഹ്മതിക്. അടുത്തത് നോക്കൂ, ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അടുത്തത് നോക്കൂ, കഅബ കാണുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ അല്ലെങ്കിൽ ദുആ അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വ തക്രീമൻ വ തഗ്ലീമൻ വ മഹാബതൻ വസിദ് മൻ ശറഫഹു വ അല്ലമഹു മിമ്മൻ ഹജ്ജഹു ഔ ഇഗ്തമറഹു തശ്രീഫൻ വ തക്രീമൻ വ ബിർറൻ വ തഗ്ലീമാ അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം ഫഹയ്യിനാ റബ്ബനാ ബിസ്സലാം. തഹ്സീസ് അതിലെ 2ാമത്തെ പ്രവർത്തനം നോക്കൂ. ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന ദിവസങ്ങൾ കലണ്ടറിൽ അടയാളപ്പെടുത്തുക. അപ്പൊ ഇവിടെ നമുക്ക് ദുൽഹിജ്ജ മാസത്തിന്റെ കലണ്ടറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ദുൽഹിജ്ജ 8, 9, 10, 11, 12, 13. അപ്പൊ ഈ ദിവസങ്ങള് കൂട്ടുകാര് അടയാളപ്പെടുത്തുക. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും മനസ്സിലായല്ലോ. ഇൻഷാ അല്ലാ അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.